ഹലോ വ്യൂവേഴ്സ്, മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. ഏ ഏ ഏ ഞാൻ വേറെ ആരെയല്ലോ കേട്ടോ നോക്കിയേ, നമ്മുടെ അഖിൽ മാരാരാണ്. ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ ഒരു ബുള്ളറ്റ് വരുന്നു, ഒരു ഗുണ്ടയുടെ വേഷത്തിൽ. ഒന്ന് തെക്കോട്ട് വടക്കോട്ട് പോകുന്നു, 10 മിനിറ്റ് കഴിയുമ്പോൾ വടക്കുന്ന് തെക്കോട്ട് പോകുന്നു, പിന്നെ പടിഞ്ഞാറ് നിന്നും വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നു, പിന്നെ ദിശ അറിയാത്ത ഏതൊക്കെ വഴിക്കൂടെ അഖിൽ മാരാർ ബുള്ളറ്റിൽ ചീറി പായുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബുള്ളറ്റിൽ അഖിൽമാരാർക്ക് ഈ സിനിമയിൽ ഇങ്ങനെ ഓടിക്കാനായിട്ട് ചെലവാക്കിയ പെട്രോളിന്റെ കാശ് നമ്മുടെ DQന്റെ കൊടുത്തിരുന്നെങ്കിൽ ലോകയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയേന്. അമ്മാതിരി ഒരു പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാട്ടവരാതെ പടം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു സാധനം. എന്താ ചെയ്യണ്ടേ അല്ലേ? ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാമോ? അതും അഖിൽമാരാർ ഒരു ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ട്, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സിനിമ ഒരു ഡയറക്ട് ചെയ്ത ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമയിൽ പോയിട്ട് നായകനായിട്ട് അഭിനയിക്കുമ്പം ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? അത്യാവശ്യം നല്ലൊരു തിരക്കഥയുള്ള സിനിമയിൽ പോയിട്ട് അഭിനയിക്കാനുള്ള ഒരു ബുദ്ധി വേണ്ടേ? ഇത് അതുപോലും ഇല്ല. അമ്മാതിരി അമ്മാതിരി മലങ്കൾട്ട് എന്നൊക്കെ പറയുന്നില്ലേ, നമ്മുടെ അശ്വന്ത് തൂക്ക് പറയുന്ന പോലെ മലങ്കൾട്ട് സിനിമ, അത് തന്നെ പറയേണ്ടി വരും. ഇതൊരു ത്രില്ലർ മൂഡിലാണ് കേട്ടോ ഡയറക്ടർ മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡയറക്ടർക്കും ഇതിൽ അഭിനയിച്ചവർക്കും മാത്രമേ ത്രില്ലർ മൂഡ് ഉള്ളൂ. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ത്രില്ലർ മൂഡൊന്നും തോന്നുകയില്ല. നല്ല സ്ലീപ്പിംഗ് മോഡ് വരും നമുക്കിത് കണ്ടു കഴിയുമ്പോൾ. ഒരു 1980, 70, 90 കാലഘട്ടങ്ങളിൽ എടുക്കേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം ആ ഒരു കാറ്റഗറിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മേക്കിംഗ്. കാരണം പഴയ ലെവൽ മേക്കിംഗ്. വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല കേട്ടോ സിനിമയ്ക്ക്. ബഡ്ജറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പിള്ളേർ ഷോർട്ട് ഫിലിം പിടിക്കുന്നത് 10-35,000 രൂപ വെച്ചിട്ട്. അപ്പോഴാണ് ഇവർ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇങ്ങനത്തെ ഒരു സീരിയൽ നിലവാരം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൽ തീർക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. അതെന്തിനാണ് ഇവർ സിനിമയാക്കി എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ബിഗ് ബോസിലുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ബെറ്റർ ഇവരെ അഭിനയിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നതായിരുന്നല്ലോ ബിഗ് ബോസിലെ പോലെ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള അഭിനയെങ്കിലും, കുറച്ച് മുഖത്ത് കുറച്ച് ഭാവമെങ്കിലും വന്നേനെ. ഇത് അതുപോലും ഇല്ല. എന്തിനു പറയുന്നത്? അഖിൽമാരാരെ പോലും എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു സിനിമയാണ് കേട്ടോ ഇത്. അപ്പം ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാബു ജോൺ ആണ്. ഭയങ്കര ഡയറക്ഷൻ ആയിപ്പോയി പൊന്നണ്ണ. നിങ്ങളൊരു പുലി തന്നെ. അന്യായ ഡയറക്ഷൻ ആയിപ്പോയി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ലോകയ്ക്ക് ഈ സിനിമ ഭയങ്കര ഭീഷണിയാവും. ലോകയുടെ കളക്ഷൻ ഇന്ന് രാവിലെ മുതൽ ഇടിവ് വന്നു തുടങ്ങും. കാരണം ഇപ്പുറത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അഖിൽ മാരാറിന്റെ സൂപ്പർ പടം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി റിലീസ് ആയിരിക്കും. ഇനി ചെറിയ കളികളൊന്നുമില്ല, വലിയ കളികളായിരിക്കും. അതുകൊണ്ട് സംഭവം DQ ഒന്ന് സൂക്ഷിച്ചോളൂ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകയ്ക്ക് കളക്ഷൻ കുറയാൻ പോവാ. അമ്മാതിരി പടമാണ് നമ്മുടെ ബാബു ജോൺ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതില് എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അഖിൽമാരാര് അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളറ്റ് ഓടിക്കുന്ന രംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് സ്പെൻഡ് ആക്കിയ പെട്രോളിന്റെ പൈസ ഉണ്ടെങ്കിൽ ലോക സെക്കൻഡ് പാർട്ട് പിടിക്കാം ദുൽഖറിന്. അമ്മാതിരി ഒരു പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇതിനകത്തെ ക്യാരക്ടറുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓർമ്മയില്ല. കാരണം ഇതൊരു ത്രില്ലർ മോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഡയറക്ടർ സിനിമ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കാരണം പകുതി ഓർമ്മയൊന്നുമില്ല. എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് കുറെ കോളേജിലെ പിള്ളേർ പിന്നെ ഒരു കല്യാണം കൂടാനായിട്ട്, ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ വരികയും രാത്രി അന്ന് ആ വീട്ടിൽ നടക്കുന്ന സംഭവവാസങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ. വല്ലാത്ത ഇതിവൃത്തമാണ് കേട്ടോ. ഇത് എങ്ങനെ കഥ ഒപ്പിച്ചെടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് കാണും കേട്ടോ. ജെയിംസ് കാമറോൺ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊത്തിക്കൊണ്ട് പോകും. എന്നിട്ട് അവിടെ ബോളിവുഡിൽ പോയിട്ട് നല്ല ഒന്നൊന്നര പടം ഉണ്ടായിരിക്കും നിങ്ങളെ കൊണ്ട് കേട്ടോ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുന്നേ? പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജാഫർ ഇടുക്കി, കോട്ടയം നസീർ, ജോയ് മാത്യു ഒക്കെ. ജോയ് മാത്യുവിന്റെ റോൾ എന്താണെന്ന് ഈ സിനിമയിൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താണ് ഈ സിനിമ ചെയ്തത്, എന്താണ് അദ്ദേഹത്തിന്റെ റോൾ എന്ന് ഒരു പിടിയില്ല. മൊത്തത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. മിഡ് നൈറ്റ് എന്ന് പേരിട്ട് നന്നായി. ഡേ പിന്നെ കുറെ നൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ വേറെ എന്താണ് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഇതിലെ ആൾക്കാരുടെ പേരും കുറച്ച് സംഭവങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറന്നുപോകും. കാരണം എനിക്കിത് ഓർത്ത് വെക്കാൻ താല്പര്യമില്ല. കാരണം അമ്മാതിരി മുഷിപ്പായിരുന്നു. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവന്മാരുടെ ഈ പറയുന്ന അഖിൽമാരാറിന്റെ ഒക്കെ തൂക്കൊക്കെ കണ്ടിട്ട് അലപ്പും മറ്റേ വലിയ ഭയങ്കര പ്രൊമോഷനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പടത്തിന് പോയത്.
അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒന്നും പറയണ്ട, കൊണ്ട് മറ്റേ എന്താ പറയണ്ട, മാവേലി എക്സ്പ്രസിന് തലവെച്ച അവസ്ഥയായി. സംഭവം ഒന്ന് കറക്റ്റ് സമയത്ത് വരുമോ അതും ഇല്ല, എന്താ പിന്നെ അതിന് ഇറങ്ങി പോകാൻ പറ്റുമോ, പൈസ കൊടുത്തു പോയില്ല അതും ഇല്ല. അങ്ങനെ ഇതും കാത്തിരിക്കേണ്ട, തലവെച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയായിപ്പോയി. അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ മാരക പടമായിപ്പോയി. എന്ത് ചെയ്യാനാ, ടെക്നിക്കലി നോക്കി ഈ പടം ഭയങ്കര ഫ്ലോപ്പാണ് കേട്ടോ. ഇനി ടെക്നിക്കലി നോൺ ടെക്നിക്കലി നോക്കിയാലോ അപ്പോഴും ഫ്ലോപ്പാണ് പടം. ഒരു സിനിമ എടുക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ, ആൾക്കാർ ഇത്ര കാശ് കൊടുത്തിട്ട് സിനിമ കാണുന്ന, അപ്പോൾ അവരോടൊരു മിനിമം കമ്മിറ്റ്മെന്റ് കാണിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്ക് വേണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. ഒരു ഷോർട്ട് ഫിലിം എടുക്കുമല്ലോ പിള്ളേർ ഇല്ലെന്നല്ല, ഇതൊരു ഷോർട്ട് ഫിലിമിലൊക്കെ തീർക്കേണ്ട ഒരു സിനിമയാണ്. എന്തിന് സിനിമയിലോട്ട് കൊണ്ടുവന്നത് എനിക്കറിയില്ല. ഷോർട്ട് ഫിലിമിൽ തീർക്കേണ്ട ഒരു വീഡിയോയെ സിനിമയാക്കി എടുക്കേണ്ട ഒരു സംഭവമല്ല. എന്തിനിവര് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തൊരു അവസ്ഥയാണെന്ന്. ഒരു കൊലയാളിയെ കണ്ടുപിടിക്കുന്ന ഒരു ത്രില്ലറാണ്. കഥയുടെ അവസാനം വരെ കൊലയാളി ഭയങ്കര സസ്പെൻസാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് സസ്പെൻസ് ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊലയാളിയെ കണ്ടാലായി. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമ പോകുന്നത്. കത്തിജോയ് അന്യായ പേരാ. പിന്നെ നമ്മുടെ ഇങ്ങർക്ക് ആരുടെ അഖിൽമാരാർക്ക് കത്തിജോയ് എന്ന് പറഞ്ഞൊരു ബുള്ളറ്റിൽ ഒരിടത്തോട്ട് പോകും, ഒരിടത്തോട്ട് വരും. നമ്മൾ മറ്റേ ഈ റീൽസിലൊക്കെ കാണുന്നില്ല, ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പൊ ഇടയ്ക്ക് മിന്നായം പോലെ ഒന്ന് അഖിൽമാരാറ് വരും. അതിനുശേഷം ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് സംഭവം. പിന്നെ നമ്മുടെ ബിഗ് ബോസിലുള്ള അധികം ആൾക്കാരുണ്ട് കേട്ടോ. അഭിഷേക് ഉണ്ട്, അതുപോലെ സെറീനയുണ്ട്. ഇവരുടെയൊക്കെ അഭിനയം ഒന്നും പറയണ്ട കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൽ പരം ബിഗ് ബോസ് കാണുന്നതായിരുന്നു കേട്ടോ. ബെറ്റർ ആയിരുന്നു, ഫാർ ബെറ്റർ ആയിരുന്നു. മാതിരി അഭിനയമാണ് ഈ പറയണ അഖിൽമാരാരുടെ ഫേസിൽ പോരും. പുള്ളിക്ക് പറ്റാത്ത പണിയാന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. പുള്ളിക്ക് ബെറ്റർ ഡയറക്ഷൻ തന്നെ കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത പടം ഞാൻ കണ്ടിരുന്നു. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു മൂവിയാണ്. വലിയ സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. നിങ്ങൾക്ക് അതിലാണ് ഭാവി. നിങ്ങൾ വെറുതെ ആവശ്യമില്ല നിങ്ങളുടെ പബ്ലിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നായകനായിട്ട് പോയിട്ട് ചുമ്മാ വേഷം കെട്ടി ഉള്ള വില കളയാൻ നിൽക്കണ്ട. അതാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ വേഗം പോയിട്ട് ഡയറക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അല്ല ഇങ്ങനെ ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ജീവിച്ചു. കാരണം നമ്മൾ വളരെ പ്രതീക്ഷിച്ചു പോയിട്ട് ചുമ്മാ നമ്മുടെ പൈസയ്ക്കും വിലയുണ്ടല്ലോ. അപ്പൊ നമ്മൾ നിങ്ങളിലുള്ളൊരു വിശ്വാസത്തിലാണ് പോയത്. മിസ്റ്റർ അഖിൽ മാരാർ, നിങ്ങൾക്ക് എല്ലാതിനെ കുറിച്ചും നല്ല അറിവും സംസാരവും ഒക്കെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത്. സ്വന്തം ഒരു പടം തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഇല്ലാണ്ട് പോയല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. എന്താ പറയണ്ടേ, ഭയങ്കര ശോചനീയമാണ് കേട്ടോ. ടെക്നിക്കലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു എന്താ പറയണ്ട, ഒരു ഷോർട്ട് ഫിലിമിന്റെ പോലും വർത്തില്ല. അതുപോലും ഷോർട്ട് ഫിലിമിന് പോലും ഇതിലും പിള്ളേർ നന്നായിട്ട് ചെയ്യും. 10-35,000 കൊടുത്തിട്ട് എന്തിനാ ഇവരിങ്ങനെ ഈ സിനിമ ഇറക്കിയെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ തിയേറ്ററിക്കലി ഒരിക്കലും ഒരു ഡിമാൻഡ് ചെയ്യുന്നൊരു പടമല്ല ഇത്. കാരണം ഒന്നേ ക്വാളിറ്റി വേണം, ക്വാളിറ്റിയും ഇല്ല, പിക്ചർ ക്വാളിറ്റി പോലും ഇല്ല, സൗണ്ടിന് പോലും ഒരു നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പടച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ എത്രത്തോളം നല്ല സിനിമകൾ വരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇറക്കാൻ ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ പരിപാടി അറിയുന്നില്ലെങ്കിൽ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സിനിമ ചെയ്യും. നിങ്ങളുടെ പേരും കൂടെ അല്ലേ പോകുന്നത് ഈ സിനിമ ചെയ്തിട്ട് ഇങ്ങനത്തെ തട്ടിക്കൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സാധനം ചെയ്യേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റുന്നതാണ്. ഒന്നുമല്ല, ജഡ്ജ്മെന്റ് തെറ്റുന്നൊക്കെ പറഞ്ഞാൽ അവർ അത്യാവശ്യം മിനിമം നിലവാരമുള്ള ഒരു കഥ ചെയ്തിട്ട് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി എന്ന് പറയുന്നതിന് ഒരു മാന്യതയുണ്ട്. ഇത് ഇമാതിരി കാട്ടവരാതെ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഓഡിയൻസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ ന്യായം? നിങ്ങൾ പറയുന്നതിലൊരു കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടം തിയേറ്ററിൽ കൊണ്ട് വലിയ ബ്രഹ്മാണ്ഡ പ്രമോഷൻ നടത്തിയൊക്കെ ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം പ്രേക്ഷകരോട് കുറച്ചെങ്കിലും ഒരു 10% കമ്മിറ്റ്മെന്റ് കാണിക്കുക. കാരണം ഇങ്ങനത്തെ ഡപ്പാങ്കൂത്ത് പടമൊന്നും ഓടില്ല സുഹൃത്തെ. മലയാള സിനിമയുടെ റേഞ്ചൊക്കെ അത്യാവശ്യം മാറിയിരിക്കുന്ന ഒരു സമയമാണ്. അത്യാവശ്യം നല്ല പടങ്ങൾ തിയേറ്ററിലുണ്ട്. അപ്പം ആന്റണി പെരുമ്പാവൂറും നമ്മുടെ ദുൽഖർ സൽമാനും ഒന്ന് പേടിച്ചു. നമ്മുടെ മുള്ളംകൊല്ലി റിലീസായിട്ടുണ്ട്. കളക്ഷനൊക്കെ മെല്ലെ അങ്ങോട്ടേക്ക് നീങ്ങാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ OTT-യിലിട്ട് കാശാക്കാൻ നോക്കുമോ, അല്ലെങ്കിൽ പിന്നെ തിയേറ്ററിൽ നിങ്ങൾക്ക് ആളെ കിട്ടാണ്ട് വരും. അമ്മാതിരി ഒരു പടമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ചെക്ക് വെച്ചിരിക്കുകയാണ്, അഖിൽമാരാർ ചെക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക്. മോഹൻലാലിനും കല്യാണി പ്രിയദർശനും നെസലിനും ഒക്കെ DKനും ഒക്കെ ചെക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം സൂക്ഷിക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പടത്തിന് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ സാധ്യത ഇല്ല.
കാരണം പ്രേക്ഷകരുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പ്രവാഹമായിരിക്കും തിയേറ്ററിലേക്ക്. നമ്മുടെ സോഷ്യൽ മീഡിയ കത്തുന്ന താരം നമ്മുടെ എന്താ പറയണ്ടേ, ഈ പുള്ളി അഖിൽ മാരാരുടെ സിനിമ കാണാനായിട്ട് ആൾക്കാരുടെ ബഹളമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, സിനിമ ഇനിയും OTT-യിൽ ഇടണോ തിയേറ്ററിൽ ഇടണോ എന്നുള്ള കാര്യം. അപ്പോൾ ചുമ്മാതെ തിയേറ്ററിന്റെ വഴി കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും കൊണ്ട തല വെച്ചേക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ വേറെ ആയിരിക്കും. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ ഈ പറയുന്നത്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ സിനിമ, ഞാൻ കണ്ട സിനിമ, ഞാൻ കാശ് മുടക്കി കണ്ട സിനിമയുടെ അഭിപ്രായം ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഇതേ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എൻ്റെ അതേ അഭിപ്രായമാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഈ വീക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലം നമ്മുടെ അഖിലേട്ടൻ തൂക്കിയിരിക്കുകയാണ് കേട്ടോ.